നമുക്കിത് സീരിയസായി എടുക്കാം. ഭരതൻ ലളിതയോട് പറഞ്ഞ പ്രൊപ്പോസൽ വാചകം ഇതായിരുന്നു. സിനിമാ കഥകളെ വെല്ലുന്ന സംഭവബഹുലമായൊരു താരവിവാഹമായിരുന്നു സംവിധായകൻ ഭരതൻ്റെയും KPC ലളിതയുടെയും. 2 തവണ താലികെട്ടും 2 തവണ കല്യാണവും. 1978 മെയ് 21 കല്യാണ നിശ്ചയവും 22 ആദ്യത്തെ താലികെട്ടും നടന്നു. 23 രജിസ്ട്രേഷൻ, 26 പിന്നെയും പെണ്ണുകാണൽ, ജൂൺ 2 പിന്നെയും താലികെട്ടും കല്യാണവും. ഒരുപാട് എതിർപ്പുകളും ഒളിച്ചോട്ടവും രജിസ്റ്റർ മാരേജും എല്ലാം ചേർന്ന സസ്പെൻസ് നിറഞ്ഞൊരു റൊമാൻറ്റിക് പ്രണയകഥയ്ക്ക് പോന്ന വകുപ്പുണ്ടായിരുന്നു ഇവരുടെ കല്യാണത്തിന്. ഭരതൻ്റെ പിറന്നാൾ ദിനത്തിൽ ഓർത്തെടുക്കാൻ മികച്ചൊരു റൊമാൻറ്റിക് ത്രില്ലർ കഥയായിരുന്നു. ഭരതൻ്റെ മറ്റൊരു പ്രണയത്തിൻ്റെ മീഡിയേറ്ററായിരുന്നു ആദ്യ നാളുകളിൽ ലളിത. നടി ശ്രീവിദ്യയായിരുന്നു ഭരതൻ്റെ പ്രണയിനി. ശ്രീവിദ്യയെ ഫോൺ ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ താമസിക്കുന്ന ഭരതൻ ലളിത താമസിക്കുന്ന സ്വാമിയാർ മഠത്തിലെ വീട്ടിൽ ചെല്ലുമായിരുന്നു. ശ്രീവിദ്യ താമസിച്ചിടത്തെ പെണ്ണുങ്ങൾ വിളിച്ചാലേ ഫോൺ കൊടുക്കൂ. ലളിതയെക്കൊണ്ട് വിളിപ്പിച്ച് ശ്രീവിദ്യയോട് സംസാരിക്കുമായിരുന്നു ഭരതൻ. അന്ന് ഭരതൻ മലയാള സിനിമയിൽ പല ഏരിയയിലായി തിരക്കിലാണ്. പ്രയാണം സംവിധാനം ചെയ്ത ശേഷം ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് ഭരതൻ കലാസംവിധായകനായി തിരിച്ചു വന്ന സമയമായിരുന്നു. അന്നേ ലളിതയ്ക്ക് ഭരതനോട് പ്രണയമോ ശ്രീവിദ്യയോട് അസൂയയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മറിച്ചൊരു കൗതുകമുണ്ടായിരുന്നു. ആ കൗതുകത്തിൻ്റെ പുറത്തെ ഇടയ്ക്കൊക്കെ ഭരതൻ്റെയും ശ്രീവിദ്യയുടെയും പ്രണയത്തിലെ പുതിയ പുതിയ വിശേഷങ്ങൾ ലളിതയും ജയഭാരതിയും ചേർന്ന് അറിയാൻ ശ്രമിക്കുമായിരുന്നു. ഇവരുടെ പ്രണയം പക്ഷെ അധികകാലം മുന്നോട്ട് പോയില്ല. രാജഹംസത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ എന്തോ കാര്യം പറഞ്ഞ് ഭരതനും ശ്രീവിദ്യയും തമ്മിൽ പിണങ്ങി. അതിനുശേഷമാണ് ലളിതയും ഭരതനും തമ്മിലുള്ള അടുപ്പം പതിയെ പ്രണയമാവുന്നത്. രതിനിർവേദത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ചെന്നൈയിലെത്തിയ ലളിതയെ തേടി ഭരതൻ എത്തി. അന്നാണ് ഭരതൻ ലളിതയോട് ചോദിക്കുന്നത്, നമുക്കിത് സീരിയസായി എടുത്താലോ എന്ന്. ലളിതയ്ക്ക് സമ്മതമാണെങ്കിലും ഗുരുസ്ഥാനത്തുള്ള തോപ്പിൽ ഫാസിയുടെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യില്ലെന്നായിരുന്നു ലളിതയുടെ മറുപടി. തോപ്പിൽ ഫാസിക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ല. പക്ഷേ കാര്യമറിഞ്ഞപ്പോൾ ഭരതൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ വടക്കാഞ്ചേരിയിൽ നിന്നും നേരെ മകനെ തേടി ചെന്നൈയിലേക്ക് ചെന്നു. ഭരതൻ എത്ര പറഞ്ഞിട്ടും അവർ ലളിതയുമായുള്ള വിവാഹത്തോടെ എതിർത്തു തന്നെ നിന്നു. മാതാപിതാക്കളെ എതിർക്കാനുള്ള ധൈര്യം അന്ന് ഭരതൻ ഉണ്ടായില്ല. വിവാഹം എന്തായാലും നടക്കില്ല, ഞാൻ വേറെ കല്യാണം കഴിക്കില്ല, നമുക്കിങ്ങനെ കഴിയാമെന്നായി ഭരതൻ. ആത്മഹത്യ ചെയ്താലോ എന്നുവരെ ലളിതയ്ക്ക് തോന്നിയ സമയമായിരുന്നു അത്. സമാധാനിപ്പിക്കാനായി ഭരതൻ ലളിതയുടെ നെറ്റിയിലൊരു വലിയ വട്ടപ്പൊട്ട് തൊട്ടുകൊടുത്തു. എടുത്തുചാടി ഒന്നും ചെയ്യരുത്, കുറേ കാലം നല്ല സുഹൃത്തുക്കളായി കഴിയാം, അപ്പോഴേക്കും എല്ലാം ശരിയാകും. ഇങ്ങനെ സമാധാനിപ്പിച്ച് ഭരതൻ ലളിതയെ അന്ന് പറഞ്ഞയച്ചു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് പുളിമൂട്ടിലെ നികുഞ്ജം ഹോട്ടലിൽ ഭരതനും പത്മരാജനും ചില സുഹൃത്തുക്കളും ഒത്തുകൂടി. ഇനിയും ഈ വിവാഹം വെച്ച് നീട്ടേണ്ടതില്ലെന്ന് അവരവിടെ വെച്ചങ്ങ് തീരുമാനിച്ചു.